ഹലോ ഗുഡ് മോർണിംഗ് രാധാ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുംബൈയിലെ കഥയൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അലീനയും നമ്മളെ കൃഷ്ണമോളും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരാഞ്ഞിട്ട് അലീനയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ, അലീനയുടെ റൂമിൽ. അപ്പോൾ പറയും, നീ എന്താ മോളെ ഉറങ്ങാത്ത ചോദിക്കുമ്പോൾ, എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി എന്ന് പറയും. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ കിടക്കാം എന്ന് പറയുന്നുണ്ട്. നമുക്ക് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് അറിയാണ്. അങ്ങനെ അമ്മയുടെ കാര്യങ്ങൾ പറയും. അപ്പോൾ പറയും, അമ്മ ഇനി ഇവിടെ വന്നാൽ ചേച്ചി അച്ഛൻ്റെ കാര്യം എനിക്ക് ഓർക്കുമ്പോൾ നല്ല പേടിയുണ്ട്. കാരണം ചേച്ചിയെ ഇത്തിരി ഭയമുണ്ട് അച്ഛന്, അതുകൊണ്ട് അച്ഛൻ ഇതുവരെ ഒന്നും മിണ്ടാതെ ഇരുന്നത്. ഇനി ചേച്ചി പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതുവരെ അടക്കി പിടിച്ചത് മുഴുവൻ പുറത്ത് വരും അച്ഛൻ്റെ. അതാണ് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തത്. അമ്മ ഇനി ഇവിടെ വന്ന അമ്മയുടെ പഴയ അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ എന്നറിയില്ല എന്ന് അറിയാൻ കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ പറയില്ല മോളെ, ഇനി അങ്ങനെ ഒരു അഹങ്കാരം കാണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഗ്രയിലെ കാര്യമൊക്കെ എന്ന് പറയുമ്പോൾ, അപ്പോൾ ചേച്ചി മോളാന്ന് പറഞ്ഞു എന്ന് പറയും. അത് പറഞ്ഞില്ല, അത് പറഞ്ഞാൽ ആകെ പോവില്ലേ, പക്ഷെ അതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്കൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. മാറിയില്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെയാണ് ദോഷം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാവില്ല. ഇപ്പം അച്ഛൻ ഒരുപാട് ക്ഷമയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ വന്ന് അച്ഛനെ മേക്കിട്ട് കയറാനോ അഹങ്കാരം കാണിക്കാനോ നിന്ന് കഴിഞ്ഞെങ്കിൽ ഇതൊന്നും ആവില്ല കഥ. അത് മനസ്സിലാക്കി അമ്മയ്ക്ക് കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, അങ്ങനെ മനസ്സിലാക്കുമായിരിക്കും, കാരണം അവനവൻ്റെ ജീവിതമല്ലേ, അത് നശിപ്പിച്ച് കളയും ആരെങ്കിലും എന്ന് പറയും. അമ്മയുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല കേട്ടോ. അമ്മയ്ക്കേ അറിയില്ല അമ്മയുടെ സ്വഭാവം എന്താ ഇങ്ങനെയെന്നുള്ളത്, അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട്, റിവ മോളെ കിടക്കാം, നമുക്ക് കിടന്നുകൊണ്ട് സംസാരിക്കാം, ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അലീനേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പറയുക, നമ്മളിനി കാണുമോ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, നമ്മളുടെ മനസ്സല്ലേ ശരീരമല്ലേ അകലുന്നുള്ളൂ മോളെ, മനസ്സും എപ്പോഴും ഒരു മിഷനല്ലേ, ഞാൻ വരാൻ പറ്റുമെങ്കിലൊക്കെ വരാൻ നോക്കാം. ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ പോകുന്നത്, അപ്പം അതറിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അലീനയും കൃഷ്ണമോളും സംസാരിച്ച് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക കേട്ടോ. മോളൊന്നുകൊണ്ടും വിഷമിക്കരുത്, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചേച്ചി. പക്ഷെ ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെ പിന്നെ രാവിലെ ആകുമ്പോൾ ഒരു കാറ് അങ്ങോട്ട് വരികയാണ് നെടുമ്പുരക്കിലേക്ക്. അപ്പോൾ കാറ് നോക്കുമ്പോൾ ഗേറ്റ് തുറന്നില്ല, ഗേറ്റ് പൂട്ടിക്കിടക്കുക. അപ്പോൾ നോക്കുമ്പോൾ അത് സുനന്ദയുടെ ഹസ്ബൻഡ്, അതായത് ബാലചന്ദ്രൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവുണ്ട്, ഒരു പോലീസുകാരൻ. അയാൾ അയാളാണ്. അയാൾ നോക്കുമ്പോൾ ഗേറ്റ് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അയാൾ ഫോൺ എടുക്കുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അലീന ഫ്രണ്ട് ഡോർ തുറക്കുന്നത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ ഫ്രണ്ടിലൊരു കാറ് കിടക്കുന്നതാണ് അവിടെ ഗേറ്റിൻ്റെ പുറത്ത്. അപ്പോൾ അലീന അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് നോക്കുമ്പോൾ ഇയാളിങ്ങനെ കാണുന്നുണ്ട് അലീന വരുന്നത്. അപ്പോൾ പറയും, അലീനയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ എന്ന് പറയും. എന്നെ മനസ്സിലായി ചോദിക്കുമ്പോൾ, ഇല്ല സാർ എന്ന് പറയും, ഞാൻ സുനന്ദയുടെ ഭർത്താവാണ് ബാലേന്ദ്രൻ്റെ. അപ്പോൾ അറിയാം സാർ, അറിയാം എന്ന് പറയും. അപ്പോൾ പറയും, ആരും എഴുന്നേറ്റിട്ടില്ലേക്കുണ്ട്? അപ്പോൾ ഉണ്ട്, ഞാൻ ഗേറ്റ് തുറക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഗേറ്റ് തുറക്കുന്നുണ്ട്. ഗേറ്റ് തുറക്കുമ്പോൾ ഇയാൾ കാറെടുത്ത് ഇടുകയാണ്. അപ്പോൾ പിന്നെ അലീന അങ്ങോട്ട് നടന്ന് പോവുകയാണ് ഇയാളുടെ കൂടെ. അപ്പോൾ വരും സാർ എന്ന് പറയും. അപ്പോൾ എന്താ ഇവിടെ ആരും എഴുന്നേറ്റ് ലക്ഷണമൊന്നും ഇല്ലല്ലോ? ഉണ്ടല്ലോ, ഞാൻ എഴുന്നേറ്റിട്ടുണ്ടല്ലോ അറിയും. അത് കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ പറയാം, അച്ഛൻ അവിടെ ആ റൂമല്ലേ എന്ന് ചോദിക്കുക, താഴത്തെ റൂമാണ് ചോദിക്കുക. അപ്പോൾ അല്ല അങ്കിളിപ്പോൾ കുറേ നാളായി തോന്നുന്നില്ല ഇങ്ങോട്ട് വന്നിട്ട്, ഇതെല്ലാം മുകളിലാണെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ പറയും, അത് ശരി, അതെനിക്ക് അറിയില്ലായിരുന്നു എന്നറിയും. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഞാൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സാറ് പിന്നെ ഇതിൽ ട്രാഫിക്കിലായിരുന്നില്ലേ? ആയിരുന്നു എന്ന് പറയും. അപ്പോൾ ഇരിക്കൂ, ചായ എടുക്കട്ടെ ചോദിക്കുമ്പോൾ, പിന്നെ ചായ വേണ്ടെന്നാരും പറയില്ലല്ലോ പറയും. അപ്പോൾ എന്നാൽ ഞാൻ ബാലേന്ദ്രൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോൾ അവൾ പറയും, മുകളിൽ രണ്ടാമത്തെ റൂമാണ്, റൈറ്റിക്ക് തന്നെ രണ്ടാമത്തെ റൂമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് കയറിപ്പോണ്ട് അലീന ചായ എടുക്കാനും പോവാണ്. അങ്ങനെ ഇയാൾ ചെന്നിട്ട് വാതിൽ മുട്ടുന്നുണ്ട്. 1-2 വട്ടം മുട്ടുമ്പോഴാണ് പിന്നെ മുട്ടാൻ നിൽക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്നിട്ട്, ഇതെന്താ ഇത് പെട്ടെന്ന് രാവിലെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. ഞാൻ ഒന്ന് കാണാൻ വേണ്ടി വന്നത്, എന്താടോ അല്ല സീരിയസ് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ചെറുതായിട്ട് എന്ന് പറയാം, എന്നാൽ കയറി വാ എന്ന് പറയുന്നത്. അപ്പോൾ അറിയണം. അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഒരു വിളിയോ പറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. തിരക്കാണ് അതാ എന്ന് പറയും. ബാർക്കാരൻ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഇയാൾ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ പറയും, അതേ ഒരു കാര്യം ഞാൻ പറയാം, കാര്യം ശരി ഒക്കെ ചിലപ്പോൾ ഓസിന് കിട്ടുന്നതൊക്കെ ആവാം, അവനവൻ്റെ കരളാന്നുള്ള ബോധം വേണം.
കരളേ മുറിച്ച് കഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വെച്ച് പിടിപ്പിക്കാൻ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ പറയാം, അല്ല ഞാനിപ്പോൾ അങ്ങനെ മദ്യപിക്കുന്നൊന്നുമില്ല എന്നറിയും. ആ മനസ്സിലായി, അപ്പോൾ അതിന് മാത്രം പിന്നെ സൗഹൃദങ്ങളുണ്ട്, അതുകൊണ്ട് പറ്റുന്ന അറിയാം. കേരളക്കാരല്ലേ, സൗഹൃദങ്ങൾ ധാരാളം കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല എന്തപ്പോൾ എന്താണ് വന്ന ഉദ്ദേശം എന്താണ് ചോദിക്കുക. അപ്പോൾ ഞാൻ വന്നത് എന്താണ് ഒരു കാര്യം പറയാനും കൂടി വേണ്ടിയിട്ടാണ് പറയാണ്ട് കേട്ടോ. അപ്പോൾ എന്താ വയ്ക്കുമ്പോൾ എനിക്ക് ട്രാൻസ്ഫറാണ് അറിയും. അപ്പോൾ എവിടേക്കാന്ന് ചോദിക്കും, പുനലൂർ. അവർ ഓ അത് ശരി. അപ്പോൾ ഇങ്ങനെ പുനലൂർ എന്ന് പറയുമ്പോൾ ഇയാൾ 1-2 സ്ഥലത്തിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ട്. അപ്പോൾ പറയാം അത് SI-ട്ടാണ്. അല്ല അപ്പോൾ എന്താണ് പണിഷ്മെൻ്റ് ആണോ ചോദിക്കുമ്പോൾ അല്ല പ്രമോഷനോട് കൂടി ട്രാൻസ്ഫറാണ്, SI ആയിട്ടാണ് അറിയും. വെറുതെ അല്ല വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൺഗ്രാജുലേഷനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ അലീന ചായയും കൊണ്ട് വരുന്നുണ്ട്, ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നെ അലീന അപ്പോഴേക്കാണ് ചായയും കൊണ്ട് വരുന്നത്. ചായ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പിന്നെ സംസാരിക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായില്ലേ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ അറിയാം സുനന്ദാൻ്റിയുടെ ഹസ്ബൻഡെന്ന് പറഞ്ഞു, എനിക്ക് ഒരു വട്ടമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പറയും ഈ സാറ് വിളി വേണ്ട, ഇവിടുത്തെ കുട്ടികളൊക്കെ എന്നെ അങ്കിളെന്നല്ലേ വിളിക്കുന്നത്, അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറയുന്നു കേട്ടോ ഇയാൾ. അപ്പോൾ പറയും അല്ല സാറേ അങ്ങനെ വിളിച്ച് അങ്ങനെ ശീലമായി, ഞാൻ മാറ്റാമെന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും ഇന്ന് അലീന ഇവിടുന്ന് പോവുകയാണ് എന്നറിയും. പോവേ എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ പറയും കുളത്തുപ്പുഴയ്ക്ക് എന്നറിയും. കുളത്തുപ്പുഴ ആരാന്ന് ചോദിക്കുമ്പോൾ വേറെ ജോലി അന്വേഷിച്ചാൽ പറയും ഓ അത് ശരി, ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതേ എന്നൊക്കെ പറഞ്ഞവരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയും അങ്കിളെ ഞാൻ താഴത്തോട്ട് ചെല്ലട്ടെ എന്നിട്ട് അലീന അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ അലീന മുറ്റടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ആരാ വരുന്നത്, റോഹിത്ത് കാണുന്നുണ്ട്. റോഹിത്ത് നോക്കുമ്പോൾ അലീന മുറ്റടിക്കുക. അപ്പോൾ എന്നറിയാം എന്തിനാ ഇപ്പോൾ മുറ്റടിക്കുന്നത്, ഇന്നിപ്പോൾ ഇവിടുന്ന് പോവല്ലേ, അപ്പോൾ പിന്നെ മുറ്റടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ വേറെ പെൺപിള്ളേരൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് റോഹിത്ത്. ഞാൻ പെൺകുട്ടിയല്ലടാ, എനിക്ക് മുറ്റടിക്കണ്ടേ എന്ന് പറയാം അത് വേണ്ട, ഇവിടുന്ന് പോവല്ലേ, പക്ഷെ പോവാണ്ട നിവർത്തിയില്ലല്ലോ മോനെ, പിന്നെ അവനുണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ നിവർത്തികേട് പറയാഞ്ഞിട്ടാ എന്ന് പറയും. അതല്ല പോകണം, എന്നും വേണ്ട, ഞാനെന്തായാലും അകത്തോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഞാൻ അടിക്കാം മുറ്റെന്ന് പറഞ്ഞിട്ട് അവൻ വാങ്ങിക്കാൻ വരും. നീയൊന്നും അടിക്കണ്ട, ഞാൻ ചെയ്തോളാം, നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് തിരിച്ച് കയറി ചെല്ലുമ്പോൾ ഇവർ കൃഷ്ണയും പിന്നെ ബബിതയും കൂടെ ചോദിക്കുക എവിടെ അലീന ചേച്ചിയെ കണ്ടില്ലല്ലോ, നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനും കണ്ടില്ല എന്നറിയും. നീ പോയോ നമ്മളോട് പറയാതെ എങ്ങാനും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും പോയിട്ടൊന്നും ഉണ്ടാവില്ല, പോവോ നമ്മളോട് പറയാതെ പോവോ എന്ന് ചോദിക്കുക. അപ്പോഴേക്ക് രോഹിത്ത് വന്നിട്ട് അറിയാം അതേ മുറ്റടിക്കുന്നുണ്ട്, അറിയും മുറ്റടിക്ക്. അപ്പോൾ അതെന്തിനാ മുറ്റടിക്കുന്നത്, ഇന്നിപ്പോൾ ഇനി ഇവിടുന്ന് പോവല്ലേ, അങ്ങോട്ട് എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണല്ലോ, അതൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ പറയും അത് ഞാൻ അപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭവിത അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പറയും ഇതെന്താ മുറ്റടിക്കുന്നത്, ഇന്ന് പോവൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അതിനെന്താ ഞാനെൻ്റെ ജോലികളൊക്കെ ചെയ്യട്ടെ, അങ്ങനെ ഇപ്പോൾ ഇവിടെ ആരും ഇപ്പോൾ കഷ്ടപ്പെട്ട് ജോലിയൊന്നും ചെയ്യണ്ട, അങ്ങോട്ടൊന്നും ഞാൻ ചെയ്യാമെന്ന് പറയും. ഇനി ഞാൻ ചെയ്യട്ടെ, എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ഞാൻ സാധാരണ ഇതൊക്കെ ചെയ്യുന്നതല്ലേ, അതുപോലെയാണോ ഇന്ന് ഇവിടുന്ന് പോവല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്, ഞങ്ങൾക്കറിയാൻ ചെയ്യാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവർക്ക് ഇങ്ങനെ വിഷമം തോന്നുകയാണ്. അപ്പോൾ പറയും പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാനുണ്ടെങ്കിൽ എടുത്ത് വെക്കുക, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന ജോലിയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഭവിത ആ ചൂല് വാങ്ങിയിട്ട് പിന്നെ ഭവിത അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് അകത്തോട്ട് കയറി വരുന്ന സമയത്ത് എന്താ പറയുക, റോഹിയും കൃഷ്ണയും ഇരുന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ അപ്പോൾ അത് പറയുന്നുണ്ട്, ഭവിതയിൽ നിൽക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇന്ന് ഇവർ ആരോ വന്നിട്ടുണ്ട് ഇവിടെ എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുക ആരാ വന്നത് നമ്മളോട് വയ്ക്കുമ്പോൾ പോലീസുകാരനാന്ന് പറയും. പോലീസുകാരനോ? അപ്പോൾ പറയാം സുനന്ദാൻ്റിയുടെ ഹസ്ബൻഡില്ലേ എന്തോ അയാളുടെ പ്രദീപോ എന്താണ്. അപ്പോൾ എന്തിനാ വന്നത്, സാധാരണ അങ്ങോട്ട് വരാത്തതാണല്ലോ എന്നൊക്കെ പറയും. അറിയില്ല എന്തിനാ വന്നതെന്നറിയില്ല. അപ്പോഴാണ് ഇവളങ്ങോട്ട് വരുന്നത്, നമ്മളുടെ മറ്റേ അലീന വന്നിട്ട് എന്ത് ഭവിതേച്ചി ഓടിച്ചോ നിൽക്കുമ്പോൾ നിൻ്റെ പണിയാണല്ലടാ വന്ന് പറഞ്ഞത് ചോദിക്കുമ്പോൾ പിന്നല്ല ഇന്ന് പോകുന്ന ആളാണത്രേ, എന്നിട്ട് ഇപ്പോൾ അവിടെ പോയി മുറ്റടിക്കാഞ്ഞിട്ട് അതിനൊക്കെ ഇവിടെ ഇവർ ചെയ്തോളും എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് പറയുമ്പോൾ പറയും വേണ്ട അത് ഞങ്ങൾ ചെയ്തോളാം എന്നറിയും. അപ്പോൾ പറയും പിന്നെ നീ ഒന്ന് വെറുതെ ഇരുന്നേ, ഞാൻ ചെയ്തോളാം, ഞാൻ സാധാരണ ചെയ്യുന്ന ജോലിയല്ലേ അത്, ഞാൻ ചെയ്തോളാം എന്ന് പറയും. വേണ്ടെന്നേ എന്നറിയും, വേണമെന്നേ നിങ്ങളവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലീന അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് ആണ് നമ്മളുടെ ഇയാൾ ബാലേന്ദ്രനും പോലീസുകാരനും കൂടെ ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ ഗോവർദ്ധനെ വിളിച്ചിട്ട് താൻ ഇങ്ങനെ മറ്റേ വെറുതെ വെങ്കയോടെ പോയി ശരിയായി, ഞാൻ ഗോവർദ്ധനെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോവർദ്ധനെ വിളിക്കേണ്ട എന്താ സംസാരിക്കുന്നത് നമുക്കറിയില്ല. അങ്ങനെ അവസാനം അയാൾ പോകുമ്പോൾ കൈ കൊടുത്ത് സംസാരിക്കുകയാണ്.
കുട്ടികളെയൊന്നും കാണണമൊന്നുമില്ല, കുട്ടികളോട് സംസാരിക്കുക അങ്ങനത്തെ ആ പരിപാടിയൊന്നും മൂപ്പർക്കില്ല എന്നാണ്. മൂപ്പര് വന്നു ബാലേന്ദ്രനോട് സംസാരിച്ച് തിരിച്ച് കാർ കയറിപ്പോവും. അപ്പോൾ പറയും, അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ എന്തൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു തോന്നുന്നു. അപ്പോൾ പറയും, പക്ഷേ എന്ന് എനിക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം എഴുതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നിരുന്നു ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ, വേണ്ട ഗോവർദ്ധൻ വരുന്നുണ്ട്, അത് മതിയല്ലോ, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോയിക്കോളൂ, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെയും വിളിക്കണം, മറക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പറയും, SI പോസ്റ്റാണ്, പല പ്രലോഭനങ്ങളുണ്ടാവും, അതിലൊന്നും വീണേക്കരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സുനന്ദേനെയും മക്കളെയും കൊണ്ടുപോകുന്ന കാര്യം ചിന്തിക്കണം, അവിടെ ക്വാർട്ടേഴ്സ് കിട്ടുമല്ലോ, അവരെ കൊണ്ടുപോകണം, കുടുംബം കൂടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ടും രണ്ട് തരാകുമ്പോഴേ പ്രശ്നവും തന്നെ. തൻ്റെ കൂടിയാണ്, എനിക്കത് അത്ര വിശ്വാസമല്ല, അതുകൊണ്ട് താൻ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതല്ലേ, വെക്കേഷൻ കാലമല്ലേ, ഇപ്പോൾ വേണമെങ്കിൽ TC വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി ചേർക്കാവുന്നതേ ഉള്ളൂ കുട്ടികളെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അളിയന്. അപ്പോൾ ശരി, അങ്ങനെ പറഞ്ഞ പോലെ ഇയാൾ പോവാണ് കേട്ടോ, കാറെടുത്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അലീനയും കൃഷ്ണമോളും കൂടെ അടുക്കളയിൽ കയറുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് പിന്നെ പാചകത്തിന് നിൽക്കുക. അപ്പോൾ പറയും, എന്നിട്ട് ഇയാൾ വന്ന കാര്യം സംസാരിക്കുന്നു പോലീസുകാരെ. അപ്പോൾ ഈ പുള്ളി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആരുമായിട്ട് യാതൊരു ഇതില്ല. അതിനൊക്കെ ഗോവർദ്ധൻ അങ്കിൾ എല്ലാത്തിനും കൂടെ നിൽക്കും, കണ്ടറിഞ്ഞ് നമ്മളെ കൂടെ നിൽക്കുന്ന ആളാണ് ഗോവർദ്ധൻ അങ്കിൾ. പക്ഷേ ഈ പുള്ളി അങ്ങനെ നിൽക്കുന്ന ആളല്ല എന്ന് ഇവരിങ്ങനെ കുട്ടികൾ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അലീന ചെല്ലുന്നത് അടുക്കളയിൽ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്കും പിന്നെ നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന്, പൂവല്ലേ, ഇപ്പോൾ പോണ ആൾ അങ്ങോട്ട് പോയാൽ മതി, ഞങ്ങളെങ്ങനെയെങ്കിലും ഉണ്ടാക്കാം എന്ന് അറിയണം. അപ്പോൾ നീ എന്ത് തന്നെ എന്നോട് ഇങ്ങനെ പറയുന്നത്, എന്നെ ഒഴിവാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ പറയും, ഞാനാണോ ഒഴിവാക്കുന്നത്, നിങ്ങളെ ആരോ ഒഴിവാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറയും. അപ്പോൾ അലീന അങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. ഇവിടെ നിൽക്കൊന്നും വേണ്ട, ഞാനും ബൈദശിയും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കാം, അത് കഴിക്കാൻ വന്നാൽ മതി, എന്തെങ്കിലുമൊക്കെ എടുക്കാനോ വയ്ക്കാനോ പാക്ക് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി പാക്ക് ചെയ്തോളൂ, ഞങ്ങൾ ചെയ്തോളാം ഞങ്ങളുടെ ജോലി എന്ന് പറയും. അപ്പോൾ അലീന അങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ട്. പോയിക്കോളൂ എന്ന് അറിയാം. അങ്ങനെ അവളങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. കയറിയിട്ട് ഇങ്ങനെ റൂമിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി വരുമ്പോൾ കാണാം ഒരു പെട്ടി കൊടുന്ന് ബെഡിൽ വെച്ചിട്ടുണ്ട്. ആ ബെഡിൽ ഒരു സാരിയും പിന്നെ അതിൻ്റെ ബ്ലൗസും അതുപോലെ കുറേ ഓർണമെൻറ്റ്സും ഒക്കെ കൂടെ ഈ പെട്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ട് ആ പെട്ടി എന്താ, കാരണം പിള്ളേരുടെ പണിയാണ് ബാലേന്ദ്രൻ പറഞ്ഞിട്ട് ആ പെട്ടിയിൽ നിന്ന് ആ സാരിയും ആ ഓർണമെൻറ്റ്സും എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പുള്ളിക്കാരി. അതൊക്കെ ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. കാരണം ബാലേന്ദ്രൻ വെറും കൈയോടെ അല്ല അവളെ പറഞ്ഞേക്കുന്നത്, നല്ല വേഷം, നല്ല ഒരു ജോലിക്കാരിയെ പോലെ, ഒരു രാജകുമാരിയെ പോലെ ഒരുക്കിയിട്ടൊക്കെയാണ് ബാലേന്ദ്രൻ മോളെ പറഞ്ഞയക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഇതൊക്കെ നോക്കി എനിക്കിങ്ങനെ വിഷമത്തോടു കൂടി നോക്കിയിട്ട് പിന്നെ അത് അതേപോലെ പെട്ടിയിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ അവളുടെ സാധനങ്ങളെല്ലാം ബാഗ് എടുത്ത് വെച്ച് അതിൽ ഓരോന്ന് എടുത്ത് വെക്കുക. അപ്പോൾ ഇത് തുറന്ന് നോക്കുന്നുണ്ട്. ഒരു ഷെൽഫിൽ ബ്രിജിത്ത് അമ്മമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു കുരിശുരൂപമുണ്ട്, അതുപോലെ കുറച്ച് സാധനങ്ങൾ, മാലയോ കൊന്തമാല അങ്ങനെ എന്തൊക്കെയുണ്ട്, അതൊക്കെ ഓരോന്ന് എടുത്ത് ബാഗിൽ വെക്കുകയാണ് നമ്മുടെ അലീന. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബ്രിജിത്ത് അമ്മമ്മയുടെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാം സംഭവിച്ചു പോയി, അവർ അവിടുന്ന് പോരുമ്പോഴേ ഒന്നും പറയരുത്, കാരണം ഇവളാരാണെന്ന് ആരും ഒന്നും പറയരുതെന്നൊക്കെ പറയുന്നത്. പക്ഷെ അബദ്ധവശാൽ അതെല്ലാം വെളിച്ചത്തായി. ഇനിയിപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പൊളിഞ്ഞു. ഇനിയിപ്പോൾ പോവുകയാണ് കൊളുത്തുപ്പുഴയ്ക്ക്. അങ്ങനെ നമ്മളുടെ അലീനയുടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. നാളെയാണ് ശരിക്കും നമുക്ക് വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് നാളെ നടക്കുന്നത്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് കാണുക. നിങ്ങൾക്ക് പിന്നെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തിലേക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.